ഇപ്പോൾ കണ്ടത് നമ്മളുടെ 100 രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ഒരു ചിത്രമാണ്. അതാണ് റാണി കി വാവ്. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു മോണ്യുമെൻ്റാണ്. ഒരു ഒരു കുളം പോലെയെന്ന് പറയാം, നമുക്ക് കണ്ടിട്ട് തീരുമാനിക്കാം. എന്തായാലും അതിൻ്റെ ഫോട്ടോ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഞാൻ പറഞ്ഞ പോലെ 100 രൂപയുടെ നോട്ടിൻ്റെ പുറകിലുള്ള ഫോട്ടോ, അതാണ് റാണി കി വാവ്. അതിൽ എഴുതിയിട്ടുണ്ട്. നമുക്കത് നേരിട്ട് കാണാം. റാണി കി വാവ് കാണാൻ പോവാണ്. അടിപൊളി, സൂപ്പർ. ഒരു കുഴിയിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ കണ്ട ഒരു പാലസ് പോലെ. ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ താഴേക്കുണ്ട്, കുറേ സ്റ്റെപ്സ്. ഓ, ഇതിറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് തീർന്നില്ല. സൂപ്പർ സംഭവം കേട്ടോ. ഓ, ഇത് ഉണ്ടാക്കിയവരെ സമ്മതിക്കണം. 11ാമത്തെ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ട് തന്നെയാണ്. പക്ഷേ അന്ന് ഇത്രയൊക്കെ ആർക്കിടെക്ചറൽ മൈൻഡുള്ള ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ആഭാരതം. ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഓ, ഇത് ഇറങ്ങിയിട്ട് തീരണല്ലോ. അടിപൊളി. ഫസ്റ്റ് ലെവലെത്തി നിന്നു, നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അതിൻ്റെ അവസാനം ഇവിടെ ഞങ്ങളുടെ വിടണില്ല, ഇതുവരെ വിടണില്ല. ഒന്നുകൂടെ, ഇതാണ് റാണി കി വാവ് എന്ന് പറഞ്ഞ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റുള്ള മോണ്യുമെൻറ്റ്. ഭൂമിയുടെ അടിയിലേക്ക് ഒരു കൊട്ടാരം താഴേക്ക് പണിത പോലെ, മുകളിൽ നിന്ന് താഴേക്ക് കുഴിയിലേക്ക് പണിതിരിക്കുകയാണ്. ഇവിടെ വരെ എൻട്രി ഉള്ളൂ, ഇതിനോട് താഴേക്ക്, ഏറ്റവും താഴേക്ക് ഇറങ്ങാൻ എൻട്രി ഇല്ല. പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാനുള്ള ആർക്കിടെക്റ്റുകൾ ഉണ്ടായിരുന്നു. ആലോചിക്കുമ്പോൾ മനുഷ്യൻ്റെയൊക്കെ ഒരു കഴിവ് അന്നത്തെ കാലത്ത് എത്ര ഉണ്ടായിരുന്നു ആലോചിക്കും. അത് മാത്രമല്ല, എല്ലോറയിലുള്ള കൈലാസ ക്ഷേത്രം ഒരു അത്ഭുതം തന്നെയാണ്. അതുപോലത്തെ ഒരു അത്ഭുതം തന്നെയാണ്. 11ാം നൂറ്റാണ്ടിലൊക്കെ ഇത്രയും ആക്യുറസിയോട് കൂടി ഒരു മോണ്യുമെൻ്റ് കുഴിയിലേക്ക് പണിതുണ്ടാക്കാൻ ചില്ലറ കഴിവൊന്നും സൂപ്പറായി. Bye.